ഞാനിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കൽ കല്ലാണ് ഗൈസ്. ഇല്ലിക്കൽ കല്ല് നമ്മൾ ഓൾറെഡി ഇല്ലിക്കൽ കല്ലിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വണ്ടി താഴെ വെച്ചിട്ട് നടന്നാണ് ഗൈസ് ഇവിടെ കയറിയത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്, ഇല്ലിക്കൽ കല്ല് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ അടുത്തുള്ള മണിവട്ടം കൂടെ ഞങ്ങൾക്ക് ഓൾ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടങ്ങാം. ഇതാണ് ഇല്ലിക്കൽ കല്ല് കയറാനുള്ള ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത്. ഒരാൾക്ക് 17 രൂപയാണ് ഗൈസ് ടിക്കറ്റ് ഫെയർ. പിന്നെ ആണെങ്കിൽ പാർക്കിംഗ് ഫീസ് 22 രൂപയാണ്. ജീപ്പ് സഫാരിക്ക് ഒരു വണ്ടിക്ക് 33 രൂപയാണ് ഗൈസ്. എന്നിട്ട് ബാക്കി GST ആണ്, ഫുൾ GST ആണ്. GST ST ആണ് ഗൈസ്. നമ്മളെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്തായാലും ഇതിൽ കയറാൻ പോകണം ഗൈസ്. പാർക്കിങ്ങും ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ. താഴെ ഒരു ചെറിയ കടയുണ്ട്. പ്രവേശനം പാസ് മൂലം. ഇടിമിന്നൽ സാധ്യത പ്രദേശമാണ് കേട്ടോ. ഇടിമിന്നൽ വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മഴക്കോളും ഉണ്ട് ഗൈസ്. ഇവിടെയാണ് ജീപ്പ് നിർത്തിയിരുന്നത്. ഇവിടെ നമ്മളപ്പോൾ ജീപ്പിലാണ് കഴിച്ച് പോകുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾ കാൽനടയായിട്ടാണ് അങ്ങ് വരെ പോകുന്നത്. അവിടെ ഒരു വെയിറ്റ് ഷെഡ് ഉണ്ട്, അവിടെ പോയി മരിച്ചു കിടന്നു ഗൈസ്. നമുക്ക് പോകാനുള്ള ജീപ്പ് വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി ബാക്കി ഇരിക്കണം. നമ്മൾ കഴിഞ്ഞ തവണ നടന്നാണ് ഗൈസ് കയറിയത്. ആ നടത്തത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഗൈസ്. ചത്തുപോയ നടത്തമാണ് ഗൈസ്. അതെ, ഇത്തവണ നമ്മള് ജീപ്പിൽ വൈബായിട്ട് കയറുകയാണ് ഗൈസ്. മേളിലെത്തിരിക്കുകയാണ്. എൻ്റെ കാലൊക്കെ വെളിയിലാണ് ഗൈസ്. സുബാമ നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അവിടെയാണ് കയറണം കേട്ടോ, അതിൻ്റെ മണ്ടയിൽ. നമ്മളപ്പോൾ വന്ന് ജീപ്പ് ഇതാണ്. എങ്ങനെയുണ്ട് ഇല്ലിക്കല്ലേ? അടിപൊളിയാണോ? സുബാനെ എനിക്ക് അറിയണ്ട. സുബാനെ മേളിൽ കയറിയിട്ടാണ് സുബാ അഭിപ്രായം പറയുന്നത്. ഇവിടെ താഴെ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഒന്നുമില്ല അതില്. സീ ലെവലിൽ നിന്ന് 3500 അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല ബാക്കിൽ നടന്ന് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ വൈബ്. അതിനെ മട്ടിലായിരിക്കും പോകണ്ടേ. ഹായ് ഗൈസ്, വെൽക്കം ടു ഡോൺ ദ ബ്ലോഗർ. നമ്മളിന്ന് ഇല്ലിക്കൽ കല്ലാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രിയ സുഹൃത്ത് സുഹൈലിൻ്റെ എൻഗേജ്മെൻറ്റിന് ശേഷം ഞങ്ങൾ ഡോൺ മുക്കിലെ എല്ലാവരും ഇല്ലിക്കൽ കല്ലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോഗർ ഡോൺ ബോസ്കോ, അമീർ മുന്ന, അത് നമ്മുടെ മുബീൻ ഖാൻ. അത് നടന്ന് ഓടി കതച്ച് കയറിയ ഒരു അണപ്പിലാകട്ടോ, പേര് തെറ്റിപ്പോയി. നമ്മുടെ സ്വന്തം ആഷിഖ് ഷാജി കുലശേഖര പതി ഇവിടെ ഉണ്ട്. നമ്മുടെ ഫാദുണ്ട്. നമ്മുടെ ഉവേസും വിശായും ഒരു കപ്പിൾസ് ആട്ടോ. നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ആരിഫ് AK ഫോട്ടോഗ്രാഫി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം വലിയ തിരകൾക്കിടയിൽ നമുക്ക് വേണ്ടി കുറച്ച് നിമിഷം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഭയങ്കരം. അതായത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അത് ഈ ഒരു പ്രദേശത്തേക്ക്, അത് കേരളത്തിലെ ഇടുക്കി അങ്ങനെ പല പ്രദേശങ്ങളുണ്ട്. നമ്മൾ അവിടെ തന്നെ വന്നേ പറ്റത്തുള്ളൂ. ഇത്രയും മനോഹാരിത, നല്ല അണപ്പുണ്ട്. അത്രയ്ക്ക് മനോഹാരിതയാണ് ഇവിടെ. കാരണം നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് സൗന്ദര്യങ്ങൾ ഇവിടെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് അമീർ മുന്നിയുടെ ഷെഡ് എത്തിയിരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ ഇല്ലിക്കലിൽ വ്യൂ പോയിന്റിലേക്ക് കയറാൻ പോവാണ്. അപ്പിലാണ് ഒരു ഓഫ് റോഡ് പോലെ കയറണം. ഗൈസ്, കോട അവർ പോകുന്ന വഴി എല്ലാം ഫോട്ടോ എടുക്കുക. പിന്നിട്ട വഴികളിലൂടെയാണ് ഗൈസ് നമ്മൾ നടക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ഇടുന്നത് മോശമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡസ്റ്റ്ബിൻ ഇട്ടേക്കാം. വേസ്റ്റ് നമ്മൾ പറക്കി ഡസ്റ്റ്ബിനിൽ ഇട്ടാണ് നമ്മൾ പോയത് ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ. അതുപോലെ നമുക്ക് ഇത്തവണയും പോകുമ്പോൾ അതുപോലെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേലുകൊണ്ട് ഡസ്റ്റ്ബിൻ ഇടാം ഗൈസ്. സപ്പോർട്ട് ചെയ്യുക. അതികഠിനമായ വഴികളാണ് ഗൈസ്. കുറച്ചുകൂടെ കയറിയാൽ നമുക്ക് ഫുള്ള് കോട ഇടുന്നു കേട്ടോ. ഫുള്ള് കോട കയറിയിട്ടുണ്ട്. നമ്മളിതൊക്കെ പിന്നെ 2 വർഷം മുമ്പ് വിട്ട സീനായതുകൊണ്ട് വെയ്യ വരുന്നേ ഉള്ളൂ. കോട കയറിയിട്ടുണ്ട് ഗൈസ്. ഫുള്ള് വൈബ്. കയറി വരുന്ന വഴി മൊത്തം വിഷയമാണ്. കുപ്പി നമ്മുടെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഗൈസ്. നമ്മൾ വഴി കളഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ ടോപ്പിലെത്തിയിരിക്കുകയാണ്.
ഒത്തിരി പേരുടെ ഇപ്പോൾ കാണാൻ. അവിടെ ഒരു പാറയുണ്ട്, അതാണ് നമ്മൾ കാണാനുള്ളത്. അതാണ് ഇല്ലിക്കൽ കല്ല്. പക്ഷെ അതിൻ്റെ വ്യൂ ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആണോ? എങ്ങനെയുണ്ട്? 10 മിനിറ്റ് പറഞ്ഞാൽ മതിയോ? ഇനി കല്ലൂടെ കാണണം. എങ്ങനെയുണ്ട് അതെ? അടിപൊളി. അയ്യ ഫോൺ എടുത്തോ. കണ്ട കൈ വെച്ചു. ഇപ്പം എല്ലാവരും ഈ കോട ഒന്ന് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്കപ്പം കോട മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. Extremely annoying shift later. ഓഹോ ലാ ലാ ലാ. ക്രൗഡ് ആയിട്ടുണ്ട് ഗൈസ്, ഫുൾ ക്രൗഡാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ കുപ്പി നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് ഗൈസ്. ഓക്കെ ബ്രോ, ഞങ്ങൾ വിളിക്കാം. ഓക്കെ കല്യാണം കഴിഞ്ഞ് 4 വർഷം ഇതുവരെ ഫോട്ടോ കിട്ടിയില്ല. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഇല്ലിക്കല്ലിൽ പോയിട്ട് ഇറങ്ങാൻ പോവാണ് ഗൈസ്. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ നമ്മൾ കല്ലിൻ്റെ നൈസ് വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഇത്തവണ നമുക്കാണെങ്കിൽ കോട കാരണം ആ ഒരു വ്യൂ കിട്ടാൻ പറ്റില്ല ഗൈസ്. ഒരുപാട് നേരം നമ്മൾ നോക്കി നിന്നു. പിന്നെ അതുപോലെ ക്രൗഡുമായി. ബാക്കിയുള്ളവർക്ക് അവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ് ഗൈസ്. അതുപോലെ നമുക്ക് ഇനി 12 വരെ പോകാൻ വേണം. ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ മേളിൽ പോയി കല്ല് കാണുന്നതാണ്. പക്ഷെ നമ്മൾ താഴെ നമ്മൾ കല്ല് കണ്ടിരിക്കുകയാണ് ഗൈസ്. താഴെ വന്നപ്പോൾ കോട എല്ലാം മാറി കേട്ടോ. ഇത്രയും കയറ്റമാണ് ഗൈസ് കയറിയത്. നമ്മുടെ കുപ്പി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഗൈസ്. നമ്മളിവിടെ കറന്നിട്ടില്ല. കല്ലിന്റെ ടോപ്പിൽ നിന്ന് കല്ല് കണ്ടിട്ട് ആ പക്ഷേ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ നമ്മളുടേത് ഈരാറ്റുപേട. ാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ വല്ലാത്തൊരു സംഭവം. പോകുന്ന വഴി കിട്ടിയ കുപ്പിയാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് കയറുന്ന വഴിക്ക് കുപ്പി കിട്ടിയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലെ സ്ഥലങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ മാക്സിമം അല്ല, നിങ്ങൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് വേസ്റ്റുകളോ പ്ലാസ്റ്റിക് ബോട്ടുകളോ നിങ്ങൾ ഇവിടെ ഇടാൻ ശ്രമിക്കരുത്. കാരണം എവിടെ പോയാലും ഇതുപോലത്തെ ഓരോ വേസ്റ്റ് ബിന്നുകൾ കാണും. മാക്സിമം വേസ്റ്റ് ബിന്നിൽ തന്നെ നിങ്ങൾ വേസ്റ്റ് നിക്ഷേപിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്താണോ അത് നിങ്ങൾ അതുപോലെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ബോട്ടിൽ വാട്ടർ വാങ്ങുവാണെങ്കിലോ ഒരു കവർ കൊണ്ടുവരുവാണെങ്കിലോ നിങ്ങളിപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് അൺടച്ച്ഡ് ആയിട്ടുള്ള വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ച് അതുപോലെ കൊണ്ടുവരാൻ നോക്കുക. അവിടെ നിന്ന് വിട്ട് നമ്മൾ വെറുതെ ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുക ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇല്ലിക്കല്ലിലെ വിശേഷങ്ങൾ. നല്ല കാഴ്ചകളാണ് കേട്ടോ. നിങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് പറ്റുമെങ്കിൽ കോട്ടയഞ്ചലിലാണ് ഇല്ലിക്കല്ലുള്ളത്.
ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഗൈസ് ഇല്ലിക്കൽ. വന്ന എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഇവിടുത്തെ ഈ ഹൈറ്റും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ വന്ന എക്സ്പീരിയൻസ് തന്നെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള മണി ബട്ടൺ കൂടെ ഞെക്കിട്ട് ഓൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ ആഷിഖ് ഡോൺ സൈനിങ് ഔട്ട്. താങ്ക് യു.